അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ അയൽവാസി രംഗത്ത് മക്കളെ എന്താണ് അയൽവാസിക്ക് പറയാനുള്ളത് അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഇന്ന് വന്ന 3 പ്രൊമോ വീഡിയോ, നമ്മുടെ ലാലേട്ടൻ്റെ 3 പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നൊന്നായി നോക്കാം. അതിനുശേഷം ബാക്കി കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, കേരളത്തെക്കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് നവംബർ ഫസ്റ്റ് കേരള പിറവി ദിനമായി ആചരിക്കുന്നത്? പരശുരാമൻ മഴ പറഞ്ഞത് നവംബർ ഫസ്റ്റ്. ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? അനീഷ് മോൻ അനീഷ്. എന്തോ ഒരു സ്ത്രീയുടെ പേരുകളാണ് ഇപ്പൊ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇത് മറ്റേ താടിയുള്ള പേര്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഏറ്റവും വലിയ കൊടുമുടി നെടുമുടി. എന്റെ പ്രിയ ലാലേട്ട നല്ല കണ്ടസ്റ്റന്റ് ആണ്. എല്ലാ ചോദ്യത്തിനും മണിയായി ഉത്തരം തരുന്ന കണ്ടസ്റ്റന്റ് ആണ്. വെൽ സൈഡ്. ഓക്കെ, അടുത്ത പ്രൊമോ. ശാപമാൻ പയറിൽ നിന്നാണല്ലോ ഒരു വഴക്കുണ്ടായത്. എന്ത് പറ്റി? ഇത്ര നീ കഴിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. എന്താണ് അനുമോൾ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ലാലേട്ടാ. അപ്പോഴും അനുമോൾ ഇങ്ങനെ വിളമ്പാൻ നിൽക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നമുണ്ട്. അതിലാ എന്തൊക്കെയാ പറഞ്ഞ എന്റെ പിശാശം ഇത് പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുമ്പം ഇപ്പഴും ഇവറ്റകൾക്ക് നാണമില്ലെങ്കിൽ ചെറുപയറും ഈ അരിയുടെ കണക്ക്. ഇതിനൊരു പ്രതിവിധി എന്താണ്? ഇവനിവിടെ കുക്കിംഗ് വേണ്ട, സമയത്തിന് ബിഗ് ബോസ് തരട്ടെ. അപ്പൊ എന്തൊക്കെ വേണമെന്ന് എഴുതി തന്നാലേ. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ നെവിൻ മികച്ചൊരു എൻ്റർടൈനറാണ്. നിങ്ങൾ കണ്ടല്ലേ കയ്യടി? അതായത് ബിഗ് ബോസ് കാണാൻ പോയ പ്രേക്ഷകർ കൈയടിക്കുകയാണ്. ഓക്കെ, അടുത്ത പ്രൊമോ. മൈജിയില്ലേ, അവരൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മൈജി 20th ആനിവേഴ്സറി. ഇന്ന് മൈജി ആനിവേഴ്സറി പ്രമാണിച്ചുള്ള 48 hours സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണോ മൈജിയുടെ ലോഗയിലുള്ള ബലൂൺ പൊട്ടിച്ച് ആ ലോഗോ സ്വന്തമാക്കുന്നത്, ആ വിജയെ കാത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സമ്മാനമാണ്. ഇതൊക്കെയാണ് ഇന്ന് വന്ന ഏറ്റവും അവസാന പ്രൊമോ. വലിയ കാര്യമായി ഒന്നുമില്ല, ഹൈപ്പൊന്നുമില്ല, ജസ്റ്റ് കാണാം അത്ര തന്നെ. അല്ലാതെ ലാലേട്ടൻ പൊരിക്കുന്നതോ ചൂടാവുന്നതോ അങ്ങനെ ഒരു കാര്യവും ഇന്ന് ബിഗ് ബോസിലില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് അനീഷിൻ്റെ അയൽവാസിക്ക് പറയാനുള്ളത്? നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കാണുന്ന അനീഷ് അല്ലേ അതിൻ്റെ ഉള്ളിൽ? അങ്ങനെ അല്ലല്ല, കാണുന്ന അനീഷ് അല്ല. അനീഷ് ഞങ്ങളുടെ ഒരു റിലേഷനാണ്, ഞങ്ങളുടെ ബന്ധത്തിലുള്ളവരാണ്. പിന്നെ ഞങ്ങളിവിടെ തറയിൽ കുറേ വീട്ടുകാരുള്ളതാണ്. ആള് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവന് പഠിപ്പിൽ ഇതിലാണ് അവനിങ്ങനെ ഇപ്പം തന്നെ ഗവൺമെൻറ് ജോലി 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതായി നിൽക്കുകയാണ്. പിന്നെ സ്വതവേ അവൻ അങ്ങനെ എല്ലാവരും ഇത് ഈ ചറപ്പറ അടിച്ച് നടക്കുന്ന ഒരു ശീലക്കാരനല്ല, ഒരു ബുദ്ധിജീവി പോലെയാണ് ആള്. എല്ലാവരും അറിയാമെന്നില്ല, ഇവിടെ എല്ലാവരും അറിയുക. ഞങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തേൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കട്ട ഇവിടെ നിന്ന് വിട്ട് അങ്ങ് ആ കുരിശ്, ഞങ്ങളുടെ അവിടെ ഒരു കുരിശ് പള്ളിയുണ്ട്, അവിടെ വരയ്ക്ക് ഏകദേശമൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടുകാരുമായിട്ട് തന്നെ കൂടുതലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അവന് ഫ്രണ്ട്സുകളുണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന് നല്ല ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ അവനൊക്കെ വേണ്ടതുണ്ട്. ബിഗ് ബോസിൽ എങ്ങനെയുണ്ട് അനീഷിന്റെ പ്രകടനം? അനീഷിൻ്റെ പ്രകടനം തുടക്കത്തിൽ ഇത്തിരി തോന്നിയെങ്കിലും പിന്നേക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അയൽവാസിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് രജിത് കുമാർ, അതായത് ഇന്ന് എയർപോർട്ടിൽ വലിയ ഒരു കാര്യം നമ്മുടെ രജിത് കുമാർ പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ അത് വൈറലാണ്. എന്താണ് രജിത് കുമാർ പറഞ്ഞത്? നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് വീക്കിൽ കപ്പ് നേടാൻ വേണ്ടി ഈ ഒരു തരം നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇതെടുത്തത് നമ്മളെ പ്രേക്ഷകരെയും അതുപോലെ PR പൊട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ രണ്ടുപേരുടെയും PR ഷോക്ക് അടിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയായാലും കപ്പ് തൂക്കിയേ പറ്റുള്ളൂ എന്ന് ഒരാൾ. ഇപ്പൊ കപ്പ് ജനങ്ങളെ മണ്ടരാകുമോ അതോ ജനങ്ങളെ മണ്ടരാക്കുമോ? അങ്ങനെ ഇവർ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എവിടെയോ ഞാൻ ന്യൂസ് കേട്ടു ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു ഇതിന് വരുന്നതിന് മുമ്പ് എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെ കൂടുതൽ അറിയില്ല. പക്ഷെ എന്താണ് രജിത് സാറേ, ഞാൻ ഇയാളെ സാറെന്നായിരുന്നു മുമ്പ് വിളിക്കുന്നത്, ഇപ്പോൾ ഇവനെന്ന് ഞാൻ വിളിക്കുകയാണ്. അതായത് എന്താണ് ഒരു പറയാനൊരു അഭിപ്രായമില്ലേ? മൈക്ക് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയും. അതാണ് നിലവിൽ രജിത് കുമാറിൻ്റെ ഒരു അവസ്ഥ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രജിത് കുമാറിന്. എനിക്ക് പറയാനൊന്നുമില്ല, പറയുന്നത് പൊട്ടത്തരം മാത്രമാണ്. എന്താണ് ഏജായതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല മക്കളെ. അപ്പോൾ ആരാണ് വിജയിക്കുക? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എൻ്റെതായിട്ടുള്ള പ്രഡിക്ഷനിൽ ഓരോ ദിവസവും, അതായത് ഇപ്പം നെവിൻ്റെ നല്ല പ്രേക്ഷക സപ്പോർട്ടുണ്ട്, ആർക്കും അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഈ പറയുന്ന അനുമോളെ പോലെ അനീഷിനെ പോലെ ഒരു സൈഡിൽ നെവിൻ ഉണ്ട്, 3ാം സ്ഥാനം നെവിൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് നെവിൻ്റെ നെവിന് നല്ല വോട്ട് കിട്ടുന്നുണ്ട്. സാധാരണക്കാരായ പ്രേക്ഷകർ നെവിൻ വോട്ട് ഇടുന്നുണ്ടെന്നാണ് കിട്ടുന്നത്. അത്രയും എൻ്റർടൈനറാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഞാൻ അനുമോളെ കൊടുക്കുന്നു. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് 2ാമത് നമ്മുടെ അനീഷ്, 3ാമത് നെവിനാണ്, 4ാമത് ഷാനവാസ് ആയിട്ടുണ്ടാവും, 5ാമത് നൂറ. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അതായത് പൊന്നുമക്കളെ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.